കംസൻ വാളോങ്ങുന്നതായി സ്വപ്നം കണ്ട് ദേവകി ഞെട്ടി ഉണരുന്നു. അമ്പാടി കണ്ണൻ തൻ്റെ അന്തകനാണെന്ന് കംസൻ സംശയിക്കുന്നതായി ദേവകി ഭയപ്പെടുന്നു. വസുദേവർ ദേവകിയെ ആശ്വസിപ്പിച്ചു. സത്യദ്രോഹിയെന്നും ദുരാചാരിയെന്നും കാപട്യത്തിൻ്റെ കൺകണ്ട ദൈവമെന്നുമൊക്കെ ശകാരം ചൊരിഞ്ഞ ശേഷം കംസൻ വസുദേവരോട് അഷ്ടമപുത്രനെ ആവശ്യപ്പെടുന്നു. ശപഥപ്രകാരം വിട്ടുകൊടുത്ത കുഞ്ഞുങ്ങളെ കൊന്നെറിഞ്ഞതിലായി വസുദേവരുടെ ധാർമ്മിക രോഷം. എട്ടാമത്തെ കുഞ്ഞ് പുത്രനാണെന്ന് സമ്മതിക്കുന്നതുവരെ ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹവാസം വിധിക്കുന്നു കംസൻ. എട്ടാമത്തെ പുത്രനെ നന്ദഗൃഹത്തിലേക്ക് കടത്തി തന്നെ കബളിപ്പിക്കാൻ രാജഗുരുവും കൂട്ടുനിന്നെന്ന് കംസൻ ആക്രോശിച്ചു. കാരാഗൃഹത്തിൽ സൈന്യാധിപന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാകേണ്ടി വന്നു ദേവകിക്കും വസുദേവർക്കും. ശക്തമായ ചാട്ടവാറടി അവരെ നിശബ്ദരാക്കിയതേയുള്ളൂ. കാരാഗൃഹത്തിൽ കനൽക്കിടാരമെത്തുമ്പോൾ ദേവകി ബോധശൂന്യയാകുന്നു. ഓം നമോ നാരായണ. കൃഷ്ണ 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 കൃഷ്ണ. എന്താ കൂട്ടരെ, ആപത്തെന്തെങ്കിലും പിണഞ്ഞോ? പിണഞ്ഞില്ല, പക്ഷെ പിണഞ്ഞനെ കണ്ണാ. ദേ അവിടെ ഭീമാകാരനായ ഒരു സർപ്പം. തുള്ളിക്കൊരു കുടം വെച്ചാ അത് വെള്ളത്തിലേക്ക് വിഷം ചീറ്റുന്നത്. വെള്ളത്തിനാണെങ്കിൽ കരിനീല വർണ്ണം തന്നെ. എന്താ ജ്യേഷ്ഠ ഈ കേൾക്കുന്നത്? സത്യം തന്നെ, ഇങ്ങനൊരു പാമ്പ് കാളന്തിയിലുള്ളതായി അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പാമ്പിനെ കുറിച്ച് എന്റെ മാതാപിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്റെ വിഷം തീണ്ടിയാൽ ജീവജാലങ്ങളൊക്കെ ചത്തടിയും. എങ്കിലൊക്കെ നശിക്കുന്നതിന് മുമ്പ് സ്ഥലം വിടാം. വാ കണ്ണ, വരാം. നിങ്ങളൊക്കെ സർപ്പത്തെ കണ്ടതല്ലേ? ആ ഘോര ഫണീന്ദ്രനെ എനിക്കും ഒന്ന് കാണണം.
കണ്ണാ, ഈ പാമ്പിനെ കുറിച്ച് പ്രായം ചെന്ന യാദവന്മാർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. കാളിയൻ എന്നാണ് ഇവന്റെ പേര്. ഇവനും കുടുംബവും കാളിന്തിയിൽ വന്ന് പാർത്തിട്ട് സംവത്സരങ്ങളായി. ഇവന്റെ മാരകമായ വിഷബാധയേറ്റ് വൃക്ഷലതാദികളൊന്നും കാലങ്ങളായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നില്ല. കണ്ടില്ലേ? ഒരു കടമ്പ് മാത്രം തളുത്ത് നിൽക്കുന്നു. അതെന്താ? അതിന്റെ കഥയും അറിവുള്ളവർ പറഞ്ഞു കേട്ടു. പണ്ട് ഗരുഡൻ അമൃതുമായി വന്നപ്പോൾ വിശ്രമിക്കാനായിരുന്നത് ഈ കടമ്പിന്റെ മുകളിലായിരുന്നു. അന്ന് കടമ്പ് മരത്തിൽ അമൃത് വീണതുകൊണ്ടാണ് കടമ്പിന് വിഷബാധ ഏൽക്കാത്തത്. അത്ഭുതം തന്നെ. വൃക്ഷങ്ങൾക്ക് പോലും ഓരോ കഥകൾ അല്ലേ? അതെ, ആ കടമ്പ് മരത്തിൽ കയറി കാളിയനെ വീക്ഷിക്കുക തന്നെ. കണ്ണാ, അരുത്. പൂതനയും ധേനുകനും ബഗനും ഒന്നുമല്ല, വിഷം ചീറ്റുന്ന പാമ്പാണ്. അങ്ങോട്ട് പോവണ്ട. വേണ്ട കണ്ണാ, വിഷം ഒരു തുള്ളി തെറിച്ചാൽ മതി, കരിഞ്ഞു ചാമ്പലായി പോകും. ജ്യേഷ്ഠൻ എന്തു പറയുന്നു? അത് ശരി. ആപത്തിൽ ചെന്ന് ചാടാൻ ഒരു അനുജനും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ജ്യേഷ്ഠനും. ഇത് യശോദാമ്മ അറിയിച്ചിട്ട് തന്നെ കാര്യം. ആഹാ, ശ്രീദാമ. കണ്ണാ, യശോദാമ്മ അറിഞ്ഞു വന്നാൽ ആകെ കുഴപ്പമാകും. പേടിക്കണ്ട. അമ്മ വരുമ്പോഴേക്കും കാളിയനെ ഞാൻ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞിരിക്കും.
കരുത്ത്. ദേവി ഓടി വരൂ. അമ്മേ, കണ്ണനെ കാളിയന്റെ അടുത്തേക്ക് പോകാനായി ഞാൻ പ്രോത്സാഹിപ്പിച്ചെന്ന് ശ്രീതാമ വന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇല്ല അമ്മേ, കാളിയൻ അനുജനെയല്ല, അനുജൻ കാളിയനെയാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. അമ്മ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഇപ്പോഴും എപ്പോഴും അനുജന്റെ സംരക്ഷകനാണ്. എന്നെ വെറുക്കരുത് എന്റെ പൊന്നമ്മേ. ഇല്ല, ദേവി, കാളിയന്റെ ദർപ്പം അടങ്ങുകയാണ്. ഒപ്പം കണ്ണൻ വർദ്ധിത വീരനാവുകയും ചെയ്യുന്നു. ഉണ്ണിയുടെ നടനം ഇനി കാളിയന്റെ പതനത്തിലേ അവസാനിക്കൂ. ദേവി സമാശ്വസിക്കൂ. യശോദാമ്മേ, കാളിന്തിയിൽ കാളിയന്റെ കാഗോളയുഗം അവസാനിക്കുകയാണ്. വൃക്ഷലതാദി ഫലമൂലങ്ങളാൽ കാളിന്തി തീരം സമ്പുഷ്ടമാവാൻ പോകുന്നു. അതിന് കാരണക്കാരൻ സ്വന്തം ഉണ്ണിയാണെന്നോർത്ത് യശോദാമ്മ അഭിമാനിച്ചാലും. പാലാഴി മഥന വേളയിൽ വാസുകി എന്ന സർപ്പം കയറായി പിണഞ്ഞ് ദേവകൾക്ക് അമൃത് ലഭിക്കാൻ വേണ്ട സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. ഇവിടെ വാസുകിയുടെ സഹോദരനായ കാളിയൻ തൻ്റെ ഉഗ്രവിഷവമനത്താൽ ചരാചരങ്ങൾക്ക് ദ്രോഹമായും വർത്തിക്കുന്നു. മാനവ സമൂഹത്തിൽ ഒരമ്മ പെറ്റ സഹോദരങ്ങളിലും ഈ ഗുണദോഷ സ്വഭാവാന്തരം കാണാറുണ്ട്.